كافها يا عين صاد ذكر رحمة ربك عبده زكريا إذ نادى ربه نداء خفيا قال رب إني وهن العظم مني واشتعل الرأس شيبا ولم أكن بدعائك رب شقيا وإني خفت الموالي من ورائي وكانت امرأتي عاقرا فهب لي من لدنك وليا يرثني ويرث من آل يعقوب واجعله رب رضيا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ ബന്ധം 964 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ ഖുർആനിലെ 19ാമത്തെ അധ്യായമായ സൂറത്തുൽ മറിയമിന്റെ ആമുഖമാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കാഫ്ഹാ യാ ഐൻ സാദ് ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സകരിയ്യ إذ نادى ربه نداء خفيا قال رب إني وهن العظم مني واشتعل الرأس شيبا ولم أكن بدعائك رب شقيا وإني خفت الموالي من ورائي وكانت امرأتي عاقرا فهب لي من لدنك وليا يرثني ويرث من آل يعقوب واجعله ربي رضيا. صدق الله العلي العظيم. സൂറത്ത് മറിയമിലെ ആദ്യത്തെ 6 ആയത്തുകളാണ് ഞാൻ നിങ്ങളോട് കേൾപ്പിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിലെ 19ാമത്തെ അധ്യായമായ സൂറത്ത് മറിയമിന്റെ പഠനം നമ്മൾ ആരംഭിക്കുകയാണ്. ഈ സൂറത്തിന്റെ ഉള്ളടക്കവും അതിന്റെ പശ്ചാത്തലവും ഒക്കെ വളരെ സംക്ഷിപ്തമായിട്ട് ഒന്ന് പരിചയപ്പെടുത്താം ഇന്ന് എന്നാണ് കരുതുന്നത്. സൂറത്തിന്റെ ആദ്യത്തെ 6 ആയത്തുകള് ഓതി കേൾപ്പിച്ചുവെങ്കിലും ഞാൻ ആയത്തുകളുടെ വിശദാംശങ്ങളിലേക്കോ വിശദീകരണങ്ങളിലേക്കോ ഒന്നും ഇപ്പോ കടക്കുന്നില്ല. ഈ സൂറത്തിനെ പൊതുവായിട്ടൊന്ന് പരിചയപ്പെടുത്തുക എന്നതാണ് ഇന്ന് നമ്മളുടെ മുന്നിലുള്ള പരിപാടി. സൂറത്തുൽ കഹ്ഫിന്റെ പഠനം അവസാനിപ്പിച്ച് നമ്മളതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ചോദ്യങ്ങൾക്ക് പ്രതികരണമൊക്കെ നൽകുകയുണ്ടായി. ഏകദേശം 30 ചോദ്യങ്ങളാണ് സൂറത്തുൽ കഹ്ഫിന്റെ പഠന പ്രക്രിയയിലായിട്ട് നമ്മൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഇനിയും ഒരുപക്ഷെ ചോദ്യങ്ങളോ അല്ലെങ്കിൽ വ്യത്യസ്തമായ വീക്ഷണങ്ങളോ ഒക്കെ പങ്കുവെക്കാനുണ്ടാകാം. അത് ഓരോരുത്തരും സൗകര്യപൂർവം അത്തരം ശ്രദ്ധ പതിയേണ്ട വിഷയങ്ങൾ അവർക്ക് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ചാറ്റ് ബോക്സിലോ ഒക്കെ ആയിട്ട് പങ്കുവെക്കുകയാണെങ്കിൽ അവ ഇൻഷാ അല്ലാഹ് നമുക്ക് അതിന് സമയം കണ്ടെത്തിക്കൊണ്ട് ചർച്ച ചെയ്ത് കൊണ്ടുവരാമെന്നാണ് വിചാരിക്കുന്നത്. ഇന്ന് സൂറത്ത് മറിയമിന്റെ പഠനമാണ് നമ്മൾ ആരംഭിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ ഈ സൂറത്ത് 19ാമത്തെ
സൂറത്തായിട്ടാണ് ചേർക്കപ്പെട്ടിരിക്കുന്നത്. 98 ആയത്തുകളാണ് ഈ സൂറത്തിലുള്ളത്. മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറെ പ്രതിസന്ധി നിറഞ്ഞ ഘട്ടത്തില് നുബുവത്തിന്റെ 5-ാം വർഷത്തിൽ നിർവഹിക്കപ്പെട്ട എത്യോപ്യയിലേക്കുള്ള ഒരു പലായനമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളുടെ കൂട്ടത്തിൽ ചിലര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുമതിയോടുകൂടി ആഫ്രിക്കൻ രാജ്യമായ എത്യോപ്യയിലേക്ക് നടത്തിയ ഒരു പലായനം. അബിസീനിയ എന്നാണ് അറബിയിൽ പറയാറുള്ളത്. അബിസീനിയയിലേക്ക് നടത്തിയ പലായനത്തിന്റെ മുന്നേ ആയിട്ടാണ് ഈ സൂറത്ത് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്നത് ചരിത്രപരമായി സ്ഥിരീകരിക്കപ്പെട്ട ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിലേക്ക് ആളുകളെ പ്രബോധനം ചെയ്തു തുടങ്ങി. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ സാഹചര്യം വളരെ സങ്കീർണമായി മാറുകയാണ് ചെയ്യുന്നത്. തുടക്കത്തിലെ പരിഹാസവും തള്ളിക്കളയലും വാഗ്വാദങ്ങളും ഒക്കെയായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യ നിർവഹണത്തെ മക്കയിലെ ആളുകൾ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചിരുന്നതെങ്കിൽ കുറഞ്ഞ വർഷങ്ങൾക്കുള്ളിൽ തന്നെ അത് അക്രമത്തിന്റെയും മർദ്ദനത്തിന്റെയും വേട്ടയാടലിന്റെയും കടുത്ത പീഡനത്തിന്റെയും ബഹിഷ്കരണത്തിന്റെയും ഒക്കെ സ്വഭാവം കൈവരിക്കുകയാണ് ചെയ്യുന്നത്. നുബുവത്ത് ലഭിച്ച് 5 വർഷം ആവുന്നതോടുകൂടി മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റാൻ സന്നദ്ധരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം സാഹചര്യം വളരെ സങ്കീർണമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 141 ആളുകളാണ് ആകെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ആ ഘട്ടത്തില് ഉണ്ടായിരുന്നത്. സത്യമാർഗം സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ വഴിയിലേക്ക് കടന്നു വന്നിട്ടുണ്ടായിരുന്നത് അത്രയും പരിമിതമായ എണ്ണം ആളുകൾ മാത്രമായിരുന്നു. അവരില് വളരെ പേര് വളരെ ദുർബലരായ, സാമ്പത്തികമായും സാമൂഹ്യമായും ഒക്കെ വളരെ വലിയ അവഗണനയിൽ കഴിഞ്ഞിരുന്ന വളരെ പാവങ്ങളായ ആളുകളായിരുന്നു. ഈ ആളുകള് അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗം സ്വീകരിച്ചതിന്റെ പേരിൽ അതികഠിനമായി പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിൽ ചിലരോട് വിദൂരമായ ഒരു പ്രദേശം, ആഫ്രിക്കയുടെ ഭാഗമായ എത്യോപ്യ എന്ന രാജ്യത്തേക്ക് ഹിജ്റ ചെയ്തുകൊള്ളുവാൻ നിർദ്ദേശിക്കുന്നത്. ആ ഘട്ടത്തില് ധാരാളം ആളുകള് വളരെ വലിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങി വളരെ വലിയ ദുരനുഭവങ്ങൾ മാത്രം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഖുറൈശി പ്രമുഖന്മാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയ ആളുകളെ വലിയ പ്രയാസങ്ങൾക്ക് ഇരയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫിസിക്കൽ ടോർച്ചർ, ശാരീരികമായ പീഡനം ധാരാളം ഏറ്റുവാങ്ങിയിരുന്ന ആളുകള് ആ ഘട്ടത്തിലുണ്ട്. അടിമകളുടേതിന് തുല്യമായ അവസ്ഥയിലുമൊക്കെയായി കഴിഞ്ഞിരുന്ന ആളുകളുമാണ് ഏറെ പീഡനങ്ങൾക്ക് ഇരയായിരുന്നത്. ഖബാബ് റളിയല്ലാഹു അൻഹു, ബിലാൽ റളിയല്ലാഹു അൻഹു, അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുമ, അദ്ദേഹത്തിന്റെ പിതാവും മാതാവും
അതുപോലെ ആമിർ ഇബ്നു ഫുഹൈറ റളിയല്ലാഹു അൻഹു, ഉമ്മു ഉനൈസ് റളിയല്ലാഹു അൻഹ, സിന്നീറ തുടങ്ങിയിട്ടുള്ള ആളുകളാണ് ഏറെ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നുകൊണ്ടിരുന്നത്. ഖബാബ് റളിയല്ലാഹു അൻഹു വളരെ കഠിനമായി പീഡിപ്പിക്കപ്പെട്ട ആളുകളുടെ കൂട്ടത്തില് പെടുന്നു. യാസിർ റളിയല്ലാഹു അൻഹു, അതുപോലെ അമ്മാർ റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ തന്നെ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തില് അതികഠിനമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയവരാണ്. അതേപോലെ സുമയ്യ റളിയല്ലാഹു അൻഹ അതിഭീകരമായ വിധത്തില് പീഡനങ്ങൾക്ക് ഇരയാവുകയും അള്ളാഹുവിന്റെ മാർഗത്തില് നിലക്കൊണ്ടതിന്റെ പേരിൽ ഈ ശത്രുക്കളുടെ പീഡനം ഏറ്റുവാങ്ങിക്കൊണ്ട് രക്തസാക്ഷ്യം വഹിക്കുകയും ചെയ്ത വ്യക്തിയാണ്. ഇതുപോലെയുള്ള കഠിനമായ പീഡനങ്ങൾ നേരിട്ട ഘട്ടത്തിൽ ഇവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കല് ആശ്വാസവാക്കുകൾ കേൾക്കുന്നതിന് വേണ്ടിയും സഹായം തേടിയും ഒക്കെ പലപ്പോഴായിട്ട് എത്തുന്ന പല സംഭവങ്ങളും ചരിത്ര സ്രോതസ്സുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഖബാബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി നടത്തിയ ഒരു സംഭാഷണം ഹദീസുകളിലൊക്കെ വിശദമായിട്ട് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചുകൊണ്ടും അക്ഷമ കാണിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ദീനിന്റെ ആ മാർഗത്തിലുള്ള ആ പ്രയത്നം തീർച്ചയായിട്ടും വിജയത്തിലെത്തുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് ധൈര്യം പകർന്നുകൊണ്ടുമൊക്കെ അദ്ദേഹത്തെ മടക്കി അയക്കുന്ന സംഭവങ്ങള് ആ ഘട്ടത്തില് ധാരാളം ഉണ്ടാവുന്നു. അപ്പൊ ഈ ഒരു പശ്ചാത്തലത്തിലാണ് സൂറത്ത് മറിയം അവതരിക്കുന്നത് എന്ന് കാണാൻ കഴിയും. ഇസ്ലാമിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യ നിർവഹണത്തിന്റെ ആ പ്രക്രിയയിലെ ആദ്യത്തെ ഹിജ്റ, ആദ്യത്തെ പലായനം നുബുവത്തിന്റെ 5-ാം വർഷത്തില് എത്യോപ്യയിലേക്ക് നിർവഹിക്കപ്പെടുന്നതിന്റെ മുന്നേ ആയിട്ടാണ് ഈ സൂറത്ത് അവതരിപ്പിക്കപ്പെടുന്നത്. ഈ സൂറത്തിന്റെ പേര് മറിയം എന്നാണ്. ഈ സൂറത്തിലെ 16-ാമത്തെ ആയത്തില് വദ്കുർ ഫിൽ കിതാബി മറിയം എന്ന് തുടങ്ങുന്നത് കാണാൻ പറ്റും. വേദഗ്രന്ഥത്തിൽ മറിയമ്മിനെ സ്മരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആയത്ത് തുടങ്ങുന്നത്. ഈ 16-ാമത്തെ ആയത്തിലെ മറിയമ്മിന്റെ പേര് പരാമർശിക്കുന്നതിൽ നിന്നാണ് മറിയമ്മിനെ പരാമർശിക്കുന്ന ഒരു സൂറത്ത് എന്ന അർത്ഥത്തില് ഈ സൂറത്തിന് മറിയം എന്ന് പേര് നൽകപ്പെട്ടിരിക്കുന്നത്. ഈസ അലൈഹിസ്സലാമിന്റെ ഉമ്മ ആയിരുന്ന മറിയം റളിയല്ലാഹു അൻഹയെയാണ് ഈ പേരിലൂടെ സൂചിപ്പിക്കപ്പെടുന്നത്. ക്രൈസ്തവ ലോകത്ത് മേരി എന്നറിയപ്പെടുന്ന മേരി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മറിയം എന്ന ഈ അറബി ധാതുവിൽ അല്ലെങ്കിൽ സമാനമായ പശ്ചാത്തലത്തിലുള്ള പേര് അറിയപ്പെടുന്നത് മേരി എന്നുള്ള നിലക്കാണ്. അപ്പോ കന്യാമറിയം എന്ന വിധത്തില് അവർ നമ്മുടെ മലയാള പശ്ചാത്തലത്തിലൊക്കെ ക്രൈസ്തവര് അവരുടെ പേരിനെ പരാമർശിക്കുന്നത് കാണാൻ കഴിയും. ദിവ്യത്വത്തില് പങ്കുണ്ടായിരുന്ന ദേവമാതാവ് എന്നൊക്കെയുള്ള നിലക്കാണ് ക്രൈസ്തവര് അവരെ നോക്കിക്കാണുന്നതും അവരെ പരാമർശിക്കുന്നതും അവരോട് പ്രാർത്ഥിക്കുന്നതും ഒക്കെ. നമുക്ക് അക്കാര്യങ്ങൾ നമ്മളുടെ ഈ ക്രൈസ്തവ പശ്ചാത്തലത്തിൽ അറിയുന്ന ഒരു സംഗതിയാണ്. അത്തരം കാര്യങ്ങളൊന്നും ഇസ്ലാം മറിയം റളിയല്ലാഹു അൻഹായുടെ കാര്യത്തില്
അനുവദിക്കുന്നില്ല എന്ന് മാത്രമല്ല, അതൊക്കെ വളരെ വലിയ വ്യതിചലനമായിട്ട്, വലിയ തെറ്റായിട്ട് തന്നെയാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പൊ മറിയം റളിയല്ലാഹു അൻഹയെ അവരുടെ ജനനം തൊട്ട് അവര് ഈസാ അലൈഹി ഇസ്ലാമിന് ജന്മം നൽകിയത് മുതൽ അവിടുന്ന് അങ്ങോട്ടുള്ള കുറെ സംഗതികൾ കൂടി ഉൾപ്പെടെയുള്ള വിവരണങ്ങള് ഈ സൂറത്തില് ഏകദേശം 15 ആയത്തുകൾ പിന്നിട്ടത് മുതൽ വരുന്നുണ്ട്. വിശദമായ പരാമർശങ്ങൾ മറിയമുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സൂറത്തില് ചേർക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ സൂറത്തിലെ മുഖ്യമായ പ്രതിപാദ്യ വിഷയം മറിയമാണ് എന്ന് പറയാൻ സാധ്യമല്ല. മറിയമാണ് ഈ സൂറത്തിന്റെ വിഷയം എന്നൊന്നും പറയാൻ കഴിയില്ല. പക്ഷെ മറിയമും ആണ്. വേറെയും പലതും വരുന്നുണ്ട്. അതേപോലെ പ്രാധാന്യമുള്ള രീതിയിൽ തന്നെ മറിയം റളിയല്ലാഹു അൻഹയെ കുറിച്ചുള്ള ചില വിശദാംശങ്ങൾ ഈ സൂറത്തില് പങ്കുവെക്കപ്പെടുന്നുണ്ട്. ഈ സൂറത്തിന് മറിയം എന്ന പേര് ലഭിക്കുന്നത് അങ്ങനെയാണ്. 98 ആയത്തുകളാണ് ഈ സൂറത്തിലാകെ ഉള്ളത്. മക്കയില് ഞാൻ നേരത്തെ സൂചിപ്പിച്ച വിധം സത്യവിശ്വാസികൾ വലിയ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരുന്ന ഒരു ഘട്ടത്തില് അവര് എത്യോപ്യയിലേക്കുള്ള പലായനം നിർവഹിക്കുന്നതിന്റെ മുമ്പായിട്ട് അവതരിപ്പിക്കപ്പെട്ട സൂറത്താണ്. ഒരുപക്ഷെ വിശുദ്ധ ഖുർആനിലെ ഏറ്റവും സംഗീതാത്മകത തുളുമ്പി നിൽക്കുന്ന ഒരു സൂറത്ത് എന്ന് വേണമെങ്കിൽ ഈ സൂറത്തിന്റെ പാരായണം ശ്രമിച്ചാല് നമുക്ക് അനുഭവപ്പെടാനിടയുണ്ട്. ഈ സൂറത്തിന്റെ തുടക്കത്തിലെ ആ മുഖത്താഴത്തുകൾ തന്നെ ഈ സൂറത്തിന്റെ താളാത്മകതയും സംഗീത സാന്ദ്രതയും ഒക്കെ പകർന്നു തരുന്ന വലിയ ശ്രാവ്യ അനുഭവമായിട്ട് ഉൾക്കൊള്ളാൻ സാധിക്കും. ഈ സൂറത്ത് ഏതെങ്കിലും നല്ല ഖാരികളുടെ പാരായണം ഒന്ന് ആവർത്തിച്ച് കേട്ടു നോക്കുന്നത് നമുക്ക് ഈ സൂറത്തിന്റെ പഠനം തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ ചെയ്യാവുന്ന ഒരു സംഗതിയാണ്. വളരെയേറെ ആസ്വാദ്യതയുള്ള പാരായണത്തിന്റെ മാധുര്യം പകർന്നു നൽകുന്ന ഒരു സൂറത്താണ് കാഫ് ഹാ യാ ഐൻ സ്വാദ് എന്ന അക്ഷരങ്ങളോട് കൂടി തുടങ്ങുന്ന ഈ സൂറത്ത്. ഈ സൂറത്ത് അവതരിപ്പിക്കപ്പെടുന്നത് ഞാൻ സൂചിപ്പിച്ചു, നുബുവത്തിന്റെ 5-ാം വർഷത്തില് സത്യവിശ്വാസികളുടെ മക്കയിലെ സാഹചര്യം വളരെ സങ്കീർണമായ ഘട്ടത്തില് അബിസീനിയയിലേക്ക് അഥവാ എത്യോപ്യയിലേക്ക് ഹിജ്റ ചെയ്യാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികൾക്ക് അനുവാദം കൊടുത്ത ആ ഘട്ടത്തിന്റെ തൊട്ടു മുമ്പായിട്ടാണ് ഈ സൂറത്ത് അവതരിക്കുന്നത് എന്ന് കാണാൻ കഴിയും. സൂറത്തുൽ കഹഫിന്റെ അവതരണത്തിന്റെ തുടർന്നുള്ള സമയത്ത് ആണ് ഈ സൂറത്ത് അവതരിപ്പിക്കപ്പെടുന്നത്. ഏകദേശം ഒരേ പശ്ചാത്തലത്തിൽ, ഒരേ സാഹചര്യത്തിൽ, ഒരല്പം കൂടി അവരുടെ ജീവിത സാഹചര്യം കഠിനമായിട്ടുണ്ടായിരുന്നു എന്നതാണ് അവസ്ഥ. അള്ളാഹുവിന്റെ മാർഗം സ്വീകരിച്ചതിന്റെ പേരിൽ ഒരു സമൂഹം സ്വന്തം നാടും വീടും ജോലിയും സമ്പത്തും ഒക്കെ ഉപേക്ഷിച്ച് കൂട്ടുകുടുംബാദികളെയൊക്കെ കൈവെടിഞ്ഞ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങിത്തിരിക്കേണ്ടി വരുന്ന, ഹിജ്റ ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം അനിവാര്യമായി വന്നിരിക്കുന്നു എന്നതാണ് ആ സന്ദർഭത്തിന്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് ഹിജ്റ സംബന്ധമായി ആളുകളിൽ ഹിജ്റക്ക് മാനസികമായി സന്നദ്ധമാകുന്ന വിധത്തില്
അതിന് പ്രേരിപ്പിക്കുന്ന വിധത്തിലുള്ള ചരിത്ര സംഭവങ്ങളെ പരാമർശിക്കുകയാണ് ആ ഘട്ടത്തിൽ അവതരിപ്പിക്കപ്പെട്ട സൂറത്തുകൾ. സൂറത്തുൽ കഹഫിൽ നമ്മൾ അസ്ഹാബുൽ കഹഫിന്റെ ഹിജ്റയെ കുറിച്ച് വിശദമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടായി. ഇവിടെ സൂറത്ത് മറിയമില് അതിന്റെ ഏകദേശം മധ്യഭാഗത്തായിട്ട് പരാമർശിക്കപ്പെടുന്ന ഇബ്രാഹിം അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചരിത്ര വിവരണം അതും നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ നമ്മെ ഉണർത്തുന്നത് ഹിജ്റയുടെ അനിവാര്യതയെക്കുറിച്ചാണ്. ഏത് സന്ദർഭത്തിലാണ് ഹിജ്റ വേണ്ടി വരിക എന്നത്, ഹിജ്റ എത്ര വലിയ ത്യാഗമാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ സത്യവിശ്വാസികൾ നിർവഹിക്കുന്ന എത്ര സമുന്നതമായ ഒരു ത്യാഗമാണ് ഹിജ്റ എന്നതൊക്കെ ബോധ്യപ്പെടുത്തുന്ന ചില സംഗതികളാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ സൂറത്തിൽ വിവരിക്കപ്പെടുന്നത്. അപ്പോൾ ഹിജ്റയുടെ അനിവാര്യത ബോധ്യപ്പെടുത്തുന്ന ഹിജ്റയുടെ പശ്ചാത്തലവും സാഹചര്യവും ഒക്കെ വെളിപ്പെടുത്തിക്കൊണ്ട് സത്യവിശ്വാസികളെ അതിന് തയ്യാറാകാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങളാണ് ഈ സൂറത്തിൽ മുഖ്യമായിട്ടും അടങ്ങിയിട്ടുള്ളത്. സാന്ദർഭികമായി ചില ചരിത്ര സംഭവങ്ങൾ, ജക്കരിയ അലൈഹിസലാം, യഹിയ അലൈഹിസലാം, അതുപോലെ ഇമ്രാൻ കുടുംബം, മറിയം റളിയല്ലാഹു അൻഹ, ഈസ അലൈഹിസലാം, അതുപോലെ ഇബ്രാഹിം അലൈഹിസലാം തുടങ്ങിയിട്ടുള്ള ചരിത്രപരമായി വലിയ പ്രാധാന്യമുള്ള പ്രവാചകന്മാരും വ്യക്തിത്വങ്ങളും ഒക്കെയാണ് ഈ സൂറത്തിൽ മുഖ്യമായി പരാമർശിക്കപ്പെടുന്നത്. ഈ സൂറത്തിന് ഏറ്റവും ശ്രദ്ധേയമായി മാറാൻ കാരണമായ ചില സംഭവങ്ങൾ പിന്നീട് അരങ്ങേറുന്നുണ്ട്. ഞാൻ സൂചിപ്പിച്ചുവല്ലോ, എത്യോപ്യയിലേക്കുള്ള പലായനം. ഈ എത്യോപ്യയിലേക്കുള്ള പലായനത്തിനെ തുടർന്നാണ് ഈ സൂറത്ത് വലിയ ശ്രദ്ധ ആകർഷിക്കുന്നത്. ഇതിന്റെ അവതരണം ആ പലായനത്തിന്റെ മുമ്പാണെങ്കിലും ആ പലായനം യഥാർത്ഥത്തില് ഈ സൂറത്തിനെ ചരിത്രത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു സൂറത്താക്കി മാറ്റുന്നുണ്ട്. മക്കയിലെ സാഹചര്യം വളരെ കഠിനമായി മാറിയ ഘട്ടത്തിൽ ദുർബലരായ പാവങ്ങൾക്ക് സംരക്ഷണം കൊടുക്കാൻ യാതൊരു നിലക്കും കഴിയാത്ത ഒരവസ്ഥ വന്നപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ആഫ്രിക്കയിലെ എത്യോപ്യയിലേക്ക് ഹിജ്റ ചെയ്യാൻ വേണ്ടി നിർദ്ദേശിക്കുന്നത്. ആ ഘട്ടത്തിൽ അവിടുത്തെ ഭരണാധികാരി ക്രൈസ്തവനായിരുന്ന നെഗസ് എന്ന പേരിൽ ചരിത്രത്തിൽ അറിയപ്പെടുന്ന, അറബിയില് നജാഷി എന്ന് പരാമർശിക്കപ്പെടുന്ന ഒരു ഭരണാധികാരിയായിരുന്നു ഉണ്ടായിരുന്നത്. നജാഷിയാണ് എത്യോപ്യയിലെ രാജാവ്. അദ്ദേഹം വളരെ സുഹൃതവാനായ, സത്യസന്ധനായ, മതവിശ്വാസമുള്ള, ക്രൈസ്തവ പശ്ചാത്തലത്തില് വളരെ ദൈവഭക്തിയോടുകൂടി ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ നാട്ടില് നീതിയും സത്യവും ഒക്കെ പുലരുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ആരും അകാരണമായിട്ട് മർദ്ദിക്കപ്പെടുകയോ പീഡനങ്ങൾക്കിരയാവുകയോ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നില്ല. നീതിയും സത്യവും പുലരുന്ന, അകാരണമായിട്ട് ആരും മർദ്ദനങ്ങൾക്കിരയാവുകയില്ലാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഒരു രാജ്യമായിരുന്നു ആ ഘട്ടത്തില് നജാഷിയുടെ അധികാരത്തിലിരുന്ന എത്യോപ്യ എന്ന
ഭൂപ്രദേശം. അപ്പൊ നിങ്ങള് ആ നാട്ടിലേക്ക് പലായനം ചെയ്തോളൂ. എന്തെങ്കിലും ഒരു മാർഗം തെളിഞ്ഞു വരുന്നത് വരെ നിങ്ങൾക്ക് അവിടെ പാർക്കുകയാണ്, അവിടെ താമസിക്കുകയാണ് ഉത്തമം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അനുയായികളോട് പറയുകയുണ്ടായത്. അങ്ങനെയാണ് ഈ നുബുവത്തിന്റെ 5-ാം വർഷം ചില ആളുകൾ 11 ആണുങ്ങളും 4 പെണ്ണുങ്ങളും തുടക്കത്തില് ഹിജ്റ പുറപ്പെടുന്നത്. മക്കയിൽ നിന്ന് അവര് ജിദ്ദയുടെ പരിസരത്ത് ശുഐബിയ തുറമുഖത്തിന്റെ അടുക്കലേക്ക് നീങ്ങിയിട്ട് അവിടെ നിന്ന് ഒരു കപ്പൽ കയറിയിട്ട് എത്യോപ്യയിലേക്ക് പോവുകയാണ്. മക്കയിൽ നിന്ന് ഈ 11-ഉം 4-ഉം 15 ആളുകള് തുറമുഖത്തിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് നാട് വിട്ടു പോകാൻ ഉദ്ദേശിച്ചുകൊണ്ട് പുറപ്പെട്ടിട്ടുണ്ട് എന്ന് അറിഞ്ഞ ഉടനെ തന്നെ ഖുറൈശികള് അവരുടെ പുറകെ അവരെ ആ പലായന സംരംഭത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനും തടയാനും ഒക്കെ ഉദ്ദേശിച്ചുകൊണ്ട് പുറപ്പെടുന്നുണ്ട്. എന്നാൽ ഈ ഖുറൈശി പ്രമുഖന്മാർക്ക് അവരെ പിടികൂടാൻ സാധിക്കുന്നതിന് മുമ്പായി തന്നെ ഈ ശുഐബിയ തുറമുഖത്ത് വെച്ച് കപ്പലിൽ കയറാനും കരയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാനും ഒക്കെ അവർക്ക് സാധിക്കുകയുണ്ടായി. ഏതാനും മാസങ്ങൾക്കുള്ളിലായിട്ട് കുറച്ചുകൂടി ആളുകൾ ഈ മാർഗത്തിൽ തന്നെ ഇറങ്ങിത്തിരിക്കുകയും പലായനം നിർവഹിക്കുകയും ചെയ്തു. ആകെ 83 ആണുങ്ങളും 11 സ്ത്രീകളും ആണ് ഖുറൈശി സമൂഹത്തിൽ നിന്ന് ഇങ്ങനെ പലായനം ചെയ്യുകയുണ്ടായത്. കൂടാതെ ഖുറൈശികളിൽ പെടാത്ത ഒരു 7 പേരും. അങ്ങനെ ആകെ 101 പേരാണ് എത്യോപ്യയിലേക്ക് പലായനം ചെയ്ത് പോകുന്നത്. ഈ 101 പേര് എത്യോപ്യയിലേക്ക് പലായനം ചെയ്തതോടുകൂടി പിന്നെ മക്കയിലാകെ അവശേഷിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റാൻ സന്നദ്ധരായി രംഗത്ത് വന്നിരുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഒരു ഏകദേശം 40 പേര് മാത്രമാണ്. 101 പേരില് ഞാൻ സൂചിപ്പിച്ചുവല്ലോ 7 പേരൊഴികെ ബാക്കി മുഴുവൻ ആളുകളും 96 ആളുകളും ഖുറൈശി ഗോത്രത്തിൽപ്പെട്ട ആളുകളായിരുന്നു. ഖുറൈശി വീടുകളുടെ ഖുറൈശി കുടുംബങ്ങളുടെ കാര്യം വെച്ച് നോക്കുമ്പോൾ എല്ലാ കുടുംബത്തിൽ നിന്നും ആരെങ്കിലുമൊക്കെ ഈ സംഘത്തില് പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോ തങ്ങളുടെ ആൺമക്കളെയോ ഭർത്താക്കന്മാരെയോ പിതാക്കന്മാരെയോ സഹോദരന്മാരെയോ ഒക്കെ നഷ്ടപ്പെടാത്തവരായിട്ട് ഖുറൈശി കുടുംബങ്ങളുടെ കൂട്ടത്തിൽ ആരും ഇല്ലാത്ത ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. മക്കയിലെ ആളുകളുടെ അതിഭീകരമായ പീഡനങ്ങൾ സഹിക്കാൻ വയ്യാതെ നാടുവിട്ടു പോകുന്നു എന്നതാണ് അവിടെ എല്ലാവർക്കും ബോധ്യപ്പെടുന്ന ഒരു ചിത്രം. ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം അത് അവരെ വലിയ അഭിമാനക്ഷതവും അതേപോലെ തന്നെ വലിയ മാനസിക സംഘർഷവും ഒക്കെ ഉണ്ടാകാൻ കാരണമായ ഒരു സംഗതിയാണ്. നിരന്തരമായി ഈ ആളുകളെ ഖുറൈശി പ്രമാണിമാര് പീഡിപ്പിച്ചുകൊണ്ടിരുന്നതാണെങ്കിലും അവരെ അതികഠിനമായ ശാരീരിക പീഡനങ്ങൾക്കും മാനസിക പീഡനങ്ങൾക്കും ഒക്കെ ഇവരെ ഇരയാക്കിക്കൊണ്ടിരുന്നതാണെങ്കിലും തങ്ങൾ കാരണമായി ഈ കൂട്ടര് നാട് വിട്ടു പോയി കളയുന്നു എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ അസഹ്യമായിട്ട് തന്നെയാണ് അനുഭവപ്പെട്ടത്. അവർക്ക് ഒരു കാരണവശാലും അത് അംഗീകരിക്കാനോ ഉൾക്കൊള്ളാനോ എന്നാ പിന്നെ അവരങ്ങ് പോകട്ടെ എന്ന് വെക്കാനോ ഒന്നും സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഖുറൈശി പ്രമുഖന്മാർ ഒത്തുചേർന്ന് ഈ ആളുകളെ
മക്കയിലേക്ക് തിരിച്ചയക്കണം എന്ന് ആവശ്യപ്പെടാൻ വേണ്ടി ഒന്ന് രണ്ട് ആളുകളെ എത്യോപ്യയിലേക്ക് പറഞ്ഞയക്കാനാണ് തീരുമാനിക്കുന്നത്. എത്യോപ്യൻ രാജാവിന്റെ അടുക്കല്, നജാഷി രാജാവിന്റെ അടുക്കല് ചെന്ന് തങ്ങളുടെ നാട്ടുകാരായ ചിലര് നിങ്ങളുടെ നാട്ടിലേക്ക് വന്നിട്ടുണ്ട്, അവര് കുഴപ്പകാരികളാണ്, അവരെ ഇവിടെ നിർത്താൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ മടക്കി അയക്കാൻ, അവരെ എത്യോപ്യയില് സമാധാനപരമായി കഴിയാൻ അനുവദിക്കാതെ പ്രയാസപ്പെടുത്തിയിട്ട് മക്കയിലേക്ക് തന്നെ തിരികെ അയക്കാൻ പ്രേരിപ്പിക്കാൻ വേണ്ടിയാണ് ഖുറൈശി പ്രമുഖന്മാര് രണ്ടാളുകളെ എത്യോപ്യയിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി ചുമതലപ്പെടുത്തുന്നത്. അബ്ദുല്ലാഹിബിനു അബി റബിയ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു വ്യക്തിയും പിൽക്കാലത്ത് ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായ വളരെ കാല ശേഷം അമ്രുബിനുൽ ആസ് എന്ന പേരിൽ ചരിത്രത്തിൽ വിശ്വതനായ വ്യക്തിയെയുമാണ് അവർ ഈ ആവശ്യത്തിന് ചുമതലപ്പെടുത്തുന്നത്. ഈ രണ്ടു പേരുമാണ്, അബ്ദുല്ലാഹിബിനു അബി റബിയയും അമ്രുബിനുൽ ആസുമാണ്, ഒരുപാട് പാരിതോഷികങ്ങളും സമ്മാനങ്ങളും ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ട് എത്യോപ്യയിലേക്ക് എത്യോപ്യൻ രാജാവിനെ തങ്ങളുടെ നാട്ടിൽ നിന്ന് പലായനം ചെയ്തു വന്ന ആളുകളെ മക്കയിലേക്ക് തന്നെ തിരികെ അയക്കണം എന്നാവശ്യപ്പെടുന്നതിന് വേണ്ടി പുറപ്പെടുന്നത്. രാജാവുമായി വളരെ അടുത്ത ബന്ധമുള്ള പുരോഹിതന്മാർക്കും നേതാക്കന്മാർക്കുമൊക്കെ ഇവരോട് അടുപ്പവും അനുകമ്പയും ഒക്കെ ഉണ്ടാക്കിയെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി വളരെ വിലപിടിപ്പുള്ള ആകർഷകമായ ധാരാളം സമ്മാനങ്ങളും പാരിതോഷികങ്ങളും ഒക്കെ കൊടുക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി അത്തരം വിലപിടിപ്പുള്ള പലതും സംഘടിപ്പിച്ചുകൊണ്ടാണ് ഇവര് പോവുകയുണ്ടായത്. അങ്ങനെ എത്യോപ്യയിലെത്തി രാജാവിന്റെ അടുക്കിലെത്തിയിട്ട് ഇവര് പറയുന്നത്, ഈ ചെറുപ്പക്കാര് ഞങ്ങളുടെ നാട് ഉപേക്ഷിച്ച്, ഞങ്ങളുടെ മതം ഉപേക്ഷിച്ച് നിങ്ങളുടെ നാട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അവര് മതത്തിൽ നിന്ന് പുറത്തുപോയ ആളുകളാണ്. അവരുടെ മതത്തിൽ നിന്ന് പുറത്തുപോയി എന്ന് മാത്രമല്ല, നജാഷി രാജാവിന്റെ, താങ്കളുടെ മതത്തില് ചേരാൻ അവർ കൂട്ടാക്കിയിട്ടില്ല. മറിച്ച് അവരൊരു പുത്തൻ മതം ഉണ്ടാക്കി കൊണ്ടുവന്നുകൊണ്ടാണ് നാട്ടിൽ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് താങ്കൾ എന്ത് നിലക്കും അവരെയൊക്കെയും മക്കയിലേക്ക് തന്നെ തിരികെ അയക്കണം എന്നാണ് അമ്രുബിനുൽ ആസും അബ്ദുല്ലാഹിബിനു അബി റബിയയും നജാഷി രാജാവിനോടായിട്ട് പറയുന്നത്. അപ്പോ നജാഷി രാജാവ് ഇവര് പറയുന്നത് കേട്ട് അവരോട് പ്രതികരിക്കുന്നത് ഒരല്പം ആലോചിച്ചുകൊണ്ടാണ്. അതിനിടക്ക് രാജാവിനോട് വളരെ അടുത്ത ബന്ധമുള്ള കൊട്ടാര സദസ്സുകളിലെ സ്ഥിരം പങ്കാളികളായ അംഗങ്ങളായ പുരോഹിതന്മാരും നേതാക്കന്മാരും ഒക്കെ അമ്രുബിൻ ആസും അബ്ദുല്ലാഹിബിൻ അബി റബിയയും അവർക്ക് വലിയ പാരിതോഷികങ്ങളൊക്കെ കൊടുത്ത് അവരെ പാട്ടിലാക്കിയിട്ടുണ്ടായിരുന്നു. ഈ പലായനം ചെയ്തു വന്ന ആളുകളെ കുറിച്ച് പറഞ്ഞ സംസാരം കേട്ട് ഈ നേതാക്കന്മാരൊക്കെ ഏകസ്വരത്തിൽ രാജാവിനോടായിട്ട് പറഞ്ഞു, തീർച്ചയായിട്ടും ഈ ആളുകളെ തിരിച്ചയക്കുക തന്നെയാണ് വേണ്ടത്. കാരണം അവര് മതപരിത്യാഗികളാണ്, മതം ഉപേക്ഷിച്ച ആളുകളാണ്, മാത്രവുമല്ല കുഴപ്പക്കാരാണ്. ഇവര് ഈ ആളുകളുടെ ന്യൂനതകളെയും കുഴപ്പങ്ങളെയും ഒക്കെ കുറിച്ച് ഏറ്റവും നന്നായിട്ട് അറിയുക ഇപ്പോ മക്കയിൽ നിന്ന് വന്നിരിക്കുന്ന അവരുടെ നാട്ടുകാർക്ക് തന്നെയാണല്ലോ. അതുകൊണ്ട് എന്തുകൊണ്ടും അവരെ തിരിച്ചയക്കുക തന്നെയാണ് വേണ്ടത് എന്നാണ് പുരോഹിതന്മാരും പ്രമാണിമാരും ഒക്കെ ഏകസ്വരത്തില്
രാജാവിനോട് പറയുന്നത്. രാജാവ് പക്ഷേ ഇവരെ പോലെ ഇത്തരം കൈക്കൂലിയോ അല്ലെങ്കിൽ ഇത്തരം ഭൗതിക താല്പര്യങ്ങളുടെ പേരിൽ നിലപാടുകൾ എടുക്കുന്ന ഒരാളായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞത്, ഞാൻ അവരെ ഒറ്റയടിക്ക് ഈ കൂട്ടർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. അവരെന്നെ വിശ്വസിച്ചുകൊണ്ട് എന്നെ ആശ്രയിച്ചുകൊണ്ട് എത്യോപ്യയിലേക്ക് വന്ന ആളുകളാണ്. ഞാൻ അവരെ കൈയൊഴിക്കുകയില്ല. എന്താണ് അവർക്ക് പറയാനുള്ളത് എന്നത് ഞാനൊന്ന് വിശദമായിട്ട് കേൾക്കട്ടെ, എന്നിട്ടേ എനിക്ക് ഇക്കാര്യത്തില് തീരുമാനമെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് രാജാവ് പറയുകയുണ്ടായത്. അങ്ങനെയാണ് ഈ പലായനം ചെയ്തെത്തിയ ആളുകളെ എല്ലാവരെയും അദ്ദേഹം കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തുന്നത്. അപ്പോ അവരുടെ ആ സംഘത്തിന്റെ നേതാവായിട്ട് ഉണ്ടായിരുന്നത് ജാഫർ ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ജാഫർ ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലാണ് അവര് കൊട്ടാരത്തിൽ എത്തുന്നത്. അതിന്റെ മുമ്പായി അവരൊരു കൂടിയാലോചനയൊക്കെ നടത്തുന്നുണ്ട്. എത്യോപ്യൻ രാജാവ് അവരോട് പല ചോദ്യങ്ങളും ചോദിക്കാൻ ഇടയുണ്ട്. അപ്പോ എന്തുത്തരമാണ് അദ്ദേഹത്തോട് പറയേണ്ടത് എന്ന സംബന്ധമായി അവര് ഒരു ധാരണയിൽ എത്തിച്ചേരുകയാണ്. അവർ തീരുമാനിച്ചത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന നമ്മൾ എന്തൊക്കെയാണോ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അക്കാര്യങ്ങൾ ഉള്ളത് ഉള്ള പോലെ രാജാവിനോട് പറയാം. അദ്ദേഹം നമ്മളെ അദ്ദേഹത്തിന്റെ നാട്ടില് നിലക്കൊള്ളാൻ അനുവദിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി, സത്യം എന്താണ് എന്നത് വളരെ വ്യക്തമായിട്ട് രാജാവിനോട് പറഞ്ഞേക്കാം എന്നാണ് അവരെല്ലാവരും കൂടിയാലോചന നടത്തിക്കൊണ്ട് തീരുമാനിക്കുന്നത്. അങ്ങനെ കാര്യങ്ങൾ വേണ്ട വിധത്തിൽ രാജാവിനെ ധരിപ്പിക്കാൻ സംസാരിക്കാനൊക്കെ വേണ്ടി അവര് ജാഫർ ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിനെ ചുമതലപ്പെടുത്തുകയാണ്. അങ്ങനെ ജാഫർ ഇബ്നു അബി താലിബും നജാഷി രാജാവും തമ്മിൽ നടന്ന ഒരു സംഭാഷണം ചരിത്രത്തിൽ വളരെ വിശ്രുതമായ, വളരെ വ്യക്തതയോടുകൂടി രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുന്ന, മിക്കവാറും എല്ലാ ചരിത്ര ഗ്രന്ഥങ്ങളിലും വിശദാംശങ്ങളോടുകൂടി രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ആ ഒരു സംഗതിയിലാണ് നമ്മൾ സൂറത്ത് മറിയം നമ്മളെ അതിന്റെ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രസക്തമായി വരുന്ന ഒരു കാര്യം. സൂറത്ത് മറിയം അവിടെ പരാമർശിക്കപ്പെടുന്നു എന്നതും ചർച്ചയ്ക്ക് വരുന്നു എന്നതും ഒക്കെയാണ് ഈ എത്യോപ്യയിലേക്കുള്ള പലായനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പശ്ചാത്തലത്തിൽ, ചരിത്ര പശ്ചാത്തലത്തിൽ സൂറത്ത് മറിയം ഏറെ പരാമർശ വിധേയമാവുന്നത് എന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ വിശദാംശങ്ങൾ ഇൻഷാ അല്ലാഹ് ഈ നജാഷി രാജാവും ജാഫർ ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവും തമ്മിൽ നടന്ന ആ സംഭാഷണത്തിന്റെ വിശദാംശങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദിവസം മനസ്സിലാക്കാം. ഈ സൂറത്തിന്റെ പഠനവും തുടക്കത്തിലുള്ള ആയത്തുകളുടെ വിശദീകരണവും ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നമുക്ക് നിർവഹിക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.